നമസ്കാരം, ഞാൻ ശ്രുതി നിധി. ശ്രുതീസ് കുക്കറിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആർക്ക് വേണമെങ്കിൽ വീട്ടിൽ എളുപ്പത്തിൽ നിന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നല്ല ജ്യൂസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പൈനാപ്പിൾ വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജ്യൂസാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ സാധാരണ പൈനാപ്പിൾ ഇട്ടിട്ട് ജ്യൂസ് അടിക്കുന്ന പോലെയല്ല ഞാൻ ഉണ്ടാക്കുന്നത്, കുറച്ചൊന്ന് വേറെ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കാറുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി തുടങ്ങി പിന്നെ ഇങ്ങനെ തന്നെ കഴിക്കാനാണ് എനിക്ക് കൂടുതൽ ടേസ്റ്റ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ നിങ്ങളും തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു വട്ടം ഉണ്ടാക്കി കുടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ ഉണ്ടാക്കുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അത് വിചാരിച്ചിട്ട് ഞാനത് വലിയ സംഭവമായിട്ടല്ല പറയുന്നത്, പക്ഷേ ഇങ്ങനെ കുടിക്കുമ്പോൾ മറ്റൊന്ന് കുടിക്കുന്നേക്കാളും ഒരു നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസിലൂടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. പിന്നെ നിങ്ങൾ ഇതുവരെ ശ്രുതീസ് കുക്കർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് അതിൽ ഏതെങ്കിലും വിഭവങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പൈനാപ്പിൾ ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ പൈനാപ്പിൾ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി വയ്ക്കുമ്പോൾ രണ്ടുണ്ട് കാര്യം. അതിലൊന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് എത്ര പൈനാപ്പിൾ ഉണ്ട് എന്നുള്ളത് അളവ് പറഞ്ഞു തരാനായിട്ട് ഞാനൊന്ന് കപ്പിൽ അളന്ന് നോക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഇങ്ങനെ വെച്ചത്. അപ്പോൾ അത് അളന്ന് നോക്കിയപ്പോൾ ഒരു 2.5 കപ്പ് പൈനാപ്പിളാണ് ഉണ്ടായിരുന്നത്. 250 ml കൊള്ളണ കപ്പിൽ 2.5 കപ്പ് പൈനാപ്പിളാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ കപ്പില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, മുകളിലും അടിയൊക്കെ ഒരേപോലെ ഇരിക്കുന്ന ഒരു ഗ്ലാസ്സിൽ നിങ്ങൾ അളന്നെടുത്താലും മതി. അങ്ങനെ ഒരു 2.5 ഗ്ലാസ് എടുത്താലും മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിത് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് തന്നെയാണ് ഇത് അടുപ്പിൻ്റെ മുകളിൽ നിന്ന് വെച്ചിരിക്കുന്നത്. ഇനി ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി നമുക്ക് ഒഴിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ മുങ്ങിക്കെടുക്കണം. ഇത് ആ ഒരു രീതിയിലാണ് വെള്ളം ഒഴിക്കേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരു 2.5 കപ്പിന് ഒരു 1.5 കപ്പ് വെള്ളമാണ് ആവശ്യമുള്ളൂ. കൂടുതൽ വെള്ളമായി കഴിഞ്ഞാൽ അത് അത്ര നമ്മൾ വിചാരിക്കുന്ന ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇത് ഇത്രയും വെള്ളം മതിയാവും ഇതിന്. ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഹൈ ഫ്ലെയിമിലാണ് ഇപ്പോൾ വെച്ച് കൊടുത്തിരിക്കുന്നത്. ഹൈ ഫ്ലെയിമിൽ കിടന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരണം. അപ്പോൾ ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുന്നതിൻ്റെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേവാൻ എളുപ്പത്തിനും കൂടി വേണ്ടിയിട്ടാണ്. ഇത് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക, അങ്ങനെയൊന്നും നമുക്ക് ആവശ്യമില്ല. നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ തന്നെ അടിയിലൊന്നും പിടിക്കില്ല. അപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന്, ഇപ്പോൾ കണ്ടില്ല നന്നായിട്ട് തള വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് വരണം. ഇങ്ങനെ നന്നായിട്ട് തിളയ്ക്കണ സമയത്ത് ഇതിൽ മധുരമൊക്കെ ഒന്ന് നോക്കുക. അപ്പോൾ പൈനാപ്പിൾ എത്രത്തോളം പുളിയുള്ളതാണ്, എന്തോരം മധുരം ഉണ്ടെന്നൊക്കെ ഇപ്പോൾ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇനി ഇതിൽ നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനൊരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചേർക്കുമ്പോൾ അതിലെന്തായാലും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന പൈനാപ്പിളിൻ്റെ പുളിക്കും മധുരത്തിനൊക്കെ അനുസരിച്ചിട്ട് നിങ്ങൾ നോക്കിയിട്ട് മധുരം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൽ വെള്ളം വറ്റി പൈനാപ്പിളൊക്കെ നന്നായിട്ട് വെന്ത് വരുന്ന വരെ ഇത് വീണ്ടും ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഈ സമയത്ത് നമ്മളിത് ഇളക്കിക്കൊണ്ടിരിക്കുക, അങ്ങനെയൊന്നും ആവശ്യമില്ല. നമുക്കിത് ഇവിടെ വെച്ചിട്ട് എവിടെ വേണമെങ്കിലും പോവാം. അപ്പോൾ അതൊന്ന് ഓർമ്മയുണ്ടായാൽ മാത്രം മതി നമുക്കിത് ഇവിടെ വെച്ചിട്ടുണ്ടെന്ന്. അങ്ങനെ തിളച്ചിട്ട് കുറച്ച് നേരം ആയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കിത് കാണാൻ പറ്റുന്നുണ്ടാവും, ഇതിൽ കുറച്ച് വെള്ളം ഒന്ന് വറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് തിളയ്ക്കാൻ തുടങ്ങിയിട്ട്, അതായത് ഹൈ ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഹൈ ഫ്ലെയിമിൽ പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോൾ നമുക്കിതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കാം. ഇനി ഇത് ചൂടാറിയിട്ട് നന്നായിട്ടൊന്ന് തണുത്ത് വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ നിങ്ങൾക്ക് നല്ല തണവ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്കിതൊന്ന് ചൂടാറിയതിന് ശേഷം നിങ്ങൾക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കുകയും ചെയ്യാം. ഇപ്പോൾ ഇത് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഇതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഇങ്ങനെ അടിച്ചെടുക്കുമ്പോൾ വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ ഇത് ടേസ്റ്റും ഉണ്ടാവില്ല. മാത്രമല്ല നമുക്കിത് അരച്ചെടുക്കുമ്പോൾ പൈനാപ്പിൾ കഷ്ണങ്ങൾ കറക്റ്റ് അരഞ്ഞും കിട്ടില്ല. അത് അവിടെ ഇവിടെയായിട്ട് പൈനാപ്പിൾ കഷ്ണങ്ങൾക്ക് എടുക്കും. അപ്പോൾ നമ്മൾ വെള്ളം എടുക്കുമ്പോൾ കറക്റ്റ് അളവിന് എടുക്കാൻ നോക്കുക. അതുപോലെ തന്നെ കുറച്ച് നേരം വേവിക്കില്ല. അപ്പോൾ കുറച്ച് വെള്ളം വറ്റി വരുന്നവരെ ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. അങ്ങനെ നമ്മളിത് നന്നായിട്ട് അടിച്ചെടുത്ത് കൊണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും, ഇത് നന്നായിട്ട് ഇങ്ങനെ പതഞ്ഞിട്ടാണ് കിട്ടിയിരിക്കുന്നത്. നല്ല കട്ടിയില്ല എന്ന് വെച്ചാൽ നല്ല ലൂസും അല്ല, ആ ഒരു രീതിയിലാണ് ഇത് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഇത് ഇരിക്കേണ്ടത്, എന്നാലാണ് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. കൂടുതൽ വെള്ളമായത് വെള്ളം തെളിഞ്ഞ പോലെ നിൽക്കും, അപ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇത് ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് കുടിക്കുന്നതിന് മുന്നേ വേണമെങ്കിൽ ഇതൊരു ഗ്ലാസ്സിലേക്ക് പകർത്തിയതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ഐസ് ക്യൂബ്സ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് കുടിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ തണവ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല, അല്ലാണ്ടും നല്ല ടേസ്റ്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്രിഡ്ജിൽ വെച്ചവരാണെങ്കിൽ ഇപ്പോൾ ഐസ് ക്യൂബ്സ് ഇട്ടാലും ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല.
അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നാണ് കരുതുന്നത്. അപ്പോൾ ഇപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് വീണ്ടും ഒന്ന് കുടിക്കാൻ തോന്നുകയാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇത് മറ്റുള്ളവർക്കായിട്ട് ഒന്ന് ഷെയർ ചെയ്യാനും പിന്നെ ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഇതുവരെ ഈ ചാനൽ കണ്ടിട്ട് സബ്സ്ക്രൈബ് ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നിങ്ങൾ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദി. വീണ്ടും നമുക്ക് നല്ല നല്ല റെസിപ്പികളിലൂടെ കാണാം. അപ്പോൾ അതുവരെ നിങ്ങളെല്ലാവരും നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ഹെൽത്തി ആയിട്ടും സന്തോഷമൊക്കെ ആയിട്ടിരിക്കുക. അപ്പോൾ വീണ്ടും കാണുന്നവരെ ബൈ.